ഇന്നിപ്പോൾ നമ്മൾക്ക് 5 ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ 5 ബാഗിൽ നമ്മുടെ ഹെയറിൻ്റെ മെയിൻ ബാഗ് നമുക്ക് എയർ ഇന്ത്യയിൽ വെച്ചിട്ട് മിസ്സായി. നമ്മളുടെ ബാഗേജ് ഇപ്പം കണ്ടുപിടിച്ച് അത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ എയർ ഇന്ത്യ അത് കയറ്റി വിട്ടില്ല. അവർ പറയുന്നത് നമ്മൾ പൊട്ടിത്തെറിക്കുന്ന എന്തൊക്കെയോ കൊണ്ടുവന്നതാണ്. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വിക്കേസാണ്. ഞാൻ ഇന്നിപ്പോൾ ഉള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. അതെ, പൂനെയിൽ ഇന്ന് എനിക്കൊരു ഹിന്ദു ബ്രൈഡൽ മേക്ക് ഓവറിനായിട്ടാണ് വന്നത്. അപ്പം ഇവിടെ ഈ വീട് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ കേരളത്തിലെത്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രൈഡിൻ്റെ അച്ഛൻ മിസ്റ്റർ അജിത് നായർ, നമസ്കാരം സർ. താങ്ക് യു സോ മച്ച്. അപ്പം ഞങ്ങളുടെ ഫുൾ ടീമിനെ ഇവിടെ വരുത്തിയ ആളാണ്. എന്ത് ചെയ്യുന്ന? ഇവിടെ തന്നെയാണ്. ശരി, ഒറ്റ മോളാണ് അത്? മോനുണ്ട്. മോൻ എന്ത് ചെയ്യുന്നു? ശരി. അപ്പൊ ഈ ഒരു ഫാമിലിയുടെ കൂടുതൽ വിശേഷത്തിലോട്ട് പോകാം, ഒപ്പം മേക്കപ്പ് ആയിട്ട്. എവിടെ നാട്ടിലെവിടെയാണ്? ശരി. കൊളച്ചൽ അറിയാം. പിന്നെ മാർത്താണ്ഡവർമ്മ രാജാവിന്റെ കൊട്ടാരൊക്കെ എപ്പോഴും ഉണ്ട്. തെക്കൻ പത്മനാഭ അതിൻ്റെ അടുത്താണ്. എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം. മാർത്താണ്ഡവർമ്മയുടെ ഇന്നത്തെ ഓഫീസ് അല്ലേ, ഇന്നത്തെ ഓഫീസ് നിൽക്കുന്ന വീട്ടിൻ്റെ ഓണർ മോളുടെ കല്യാണം ഞാൻ തിരുവനന്തപുരത്ത് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ അടുത്ത മെയിൻ താരം. ചേച്ചി നമസ്കാരം. നമസ്കാരം. രാവിലെ തന്നെ ചായ? രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പം 3:30 ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കുക. ഞങ്ങള് പൂനെയിൽ എത്തിയെങ്കിലും പൂനെയിൽ എത്തി എന്ന് തോന്നുന്നില്ല, കേരളം തന്നെയായിട്ട് തോന്നുന്നു. കുറെ വർഷങ്ങളായില്ലേ ഞങ്ങളിവിടെ വന്നിട്ട്. അതെ, സൗണ്ട് എല്ലാം പോയിരിക്കണം. ഇന്നലത്തെ മെനയാത്ത സംഗീതം ഇന്നലെയും പക്ഷേ ഇല്ലായിരുന്നു. 2 മണിയായി രാത്രി. ഉറങ്ങിയതേ ഉള്ളു, തിരിച്ച് എണ്ണിച്ച്. ചേച്ചി അപ്പൊ തിരുവനന്തപുരം തന്നെയാണോ നാട്? ഞങ്ങൾക്ക് അടുത്തടുത്താണ്. ചേട്ടന് കൊളച്ചൽ കൂടുതൽ നമ്മുടെ മലയാളികളുണ്ട് അല്ലേ? കൂടുതൽ നിറയെ ആൾക്കാർ. എന്ത് ബിസിനസ് ആയിരുന്നു അപ്പൊ തുടങ്ങിയത്? ഞാനാ പണ്ടത്തെ കാലത്ത് ഇവിടെ വന്ന് ടൈപ്പിസ്റ്റായിട്ടും അങ്ങനെ നടന്നു. പിന്നെ പ്ലാസ്റ്റിക് മോൾഡിങ് ആൻഡ് റബ്ബർ എക്സ്ട്രൂഷൻ. എന്തുണ്ട്? നമ്മളിവിടുത്തെ ഒരാളെ കണ്ട് 2 കണ്ട് നമ്മുടെ 3rd ആളാണ്, നമ്മുടെ മെയിൻ ആള്. എന്താ മോളുടെ പേര്? അനുജ. What do you do? I'm IT professional. I'm a software developer. Oh, great. How was your previous days, weddings? Yeah, it was full of bash. Like previous 2-3 days, I was only enjoying doing makeup, going to the banquets, enjoying fully over there. Okay, so happy. ഒരാൾ മേക്കപ്പ് ചെയ്ത് എൻജോയ് എന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് വരുന്നത്. അപ്പൊ ഇന്ന് എൻജോയിന്റെ അൾട്ടിമേറ്റ് ആണ് അല്ലേ? I'm so privileged that you are there to do my makeup today. അയ്യോ, I am so blessed you call me. അവള് എൻഗേജ്മെന്റിന്റെ സമയം പറഞ്ഞു. അച്ഛന് സിമ്പിൾ ആയിട്ട് എനിക്ക് വികാസ് ചേട്ടന്റെ മേക്കപ്പ്. ആദ്യം കല്യാണ നിങ്ങൾ ഫോൺ ചെയ്ത് ബുക്ക് ചെയ്തോളൂ. ഫിക്സ് ചെയ്യുന്ന മുമ്പ് ചേട്ടനെ ഞാൻ ഫിക്സ് ചെയ്തത്. നമുക്ക് ഇന്ന് ഈ 2 സ്പ്രേയും ഈ ഇരിക്കുന്ന സാധനങ്ങൾക്കും ഇന്ന് ഞങ്ങളുടെ ലൈഫിൽ കോടികളുടെ വിലയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്നലെ നമുക്കിത് മിസ്സായി എയർപോർട്ടിൽ വെച്ചിട്ട്. പക്ഷേ നമുക്ക് എവിടെ പോയാലും ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇന്നിപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കാനുള്ളൊരു കാരണം. അപ്പം ഞാൻ എപ്പോഴും വീട്ടിലായാലും പറയും, ലോകത്ത് എവിടെ പോയാലും ഒരു നേരത്തെ വെള്ളമെങ്കിലും ഫുഡെങ്കിലും എനിക്ക് എവിടെന്നെങ്കിലും കിട്ടും എന്ന് പറയാറുണ്ട്. പക്ഷെ അതെനിക്ക് ഇന്ന് ഐ ഫീൽ ഇറ്റ്. കാര്യം പൂനെയിലെത്തി എനിക്ക് എൻ്റെ ഒരു ബോക്സ് മിസ്സായപ്പോൾ എനിക്ക് അത് തരാൻ, എനിക്കിവിടെ എനിക്ക് തരാൻ പറ്റിയത്, എനിക്ക് കിട്ടാൻ പറ്റിയത് തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മൊമെൻറ്റ്. അപ്പോൾ ഇന്ന് എൻ്റെ ദൈവമാണ് സൗമ്യ എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് പൂനെയിൽ തന്നെയുള്ള. അപ്പോൾ സൗമ്യയെ ഞാൻ ഇവിടെ എത്തിയപ്പം എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. സൗമ്യ ഇന്ന് കാര്യം ഇവിടുത്തെ ബ്രൈഡിൻ്റെ നമ്മുടെ അനുജയുടെ ഇന്നലത്തെ ഫംഗ്ഷനൊക്കെ സൗമ്യയായിരുന്നു ഇത്. അപ്പം എനിക്ക് തോന്നുന്നു വേറെ ആരും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ. നമുക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്തിന് എനിക്കിങ്ങനെ എൻ്റെ മേക്കപ്പ് ബോക്സിൽ എൻ്റെ ഹെയർ
ഫുള്ളായിട്ട് പോയെന്ന് പറഞ്ഞപ്പം ആ കുട്ടി കംപ്ലീറ്റ് സാധനവും രാത്രി 10 മണിക്ക് അറേഞ്ച് ചെയ്ത് തന്നു. അപ്പം നമുക്ക് ഇന്ന് ഇപ്പം നമ്മുടെ ഫുൾ ബോക്സ് ഇല്ലെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം അല്ല, ഉള്ളത് കൊണ്ട് ഓണം ബമ്പറാണ് ഇന്ന് നമുക്കുള്ളത്. അപ്പം നമ്മളിന്ന് ഈ ഒരു സൗമ്യ എന്ന് പറയുന്ന ദൈവം ഞങ്ങൾക്ക് ഇന്ന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളിന്ന് എന്തായാലും സൗമ്യനെ കാണണം, എനിക്ക് ഞാൻ കണ്ടില്ല നേരിട്ട്. അപ്പം സൗമ്യ തന്ന ഇന്നത്തെ ഞങ്ങളുടെ സപ്പോർട്ട് അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ സൗമ്യയുടെ പ്രാർത്ഥനയും സൗമ്യയുടെ അനുഗ്രഹമാണ് ഇന്ന് ഞാൻ അനുജനെ ഏറ്റവും നല്ല പോലെ എനിക്ക് പറ്റുന്ന കണക്കാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കണ്ടിട്ട് എല്ലാവരും പറയണം ഇന്നത്തെ റിയൽ ഹീറോ അത് സൗമ്യ മാത്രമാണ്. ബ്ലസ് യു. Thank you. എന്താണ് നേരത്തെ കണ്ണിന് പഫ്നെസ് ഉണ്ടോ? എങ്ങനെ വന്നു? അത് 2-3 ദിവസമായി ഉറങ്ങാത്ത. അപ്പോൾ നമുക്ക് പഫ്നെസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം തന്നെ ചെയ്തേക്കാം. സത്യത്തിൽ എൻ്റെ മേക്കപ്പ് ബോക്സ് വല്ലതും ആണ് എയർ ഇന്ത്യ മിസ്സാക്കിയതെങ്കിൽ ഞാൻ സത്യത്തിൽ തിരിച്ചു പോയേനെ. എങ്കിൽ ഞാൻ കല്യാണം പോസ്റ്റ്പോൺ ചെയ്തില്ല. എന്തായാലും ഇനി ഇത് ലൈഫിൽ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ആക്ച്വലി അവർ നമുക്കിപ്പം ഒരിക്കലും ഇങ്ങനെ ഒരെണ്ണം മിസ്സാവാൻ പാടില്ല. നമ്മൾ എനിക്ക് 5 ലഗേജ് ആയിരുന്നു ഉണ്ടായിരുന്നതേ. അപ്പം ഈ നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്തിന് അത് ഞാൻ 1.5 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എത്തിയ ഒരാളാണ്. അപ്പം അവരുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഇന്നിവിടെ വന്നു. ഞാനിവിടെ അവർ എന്നിട്ട് ഞാൻ എയർപോർട്ടിൽ ചോദിച്ചു, ഞാനിവിടെ ഒരു ലക്ഷറി സുഖവാസത്തിനല്ല ഞാൻ വന്നത്, ഞാൻ വർക്കിന് വന്നു. അപ്പം എൻ്റെ ലഗേജ് ഇല്ലാതെ എന്നെ ആർക്ക് വേണം? എന്നിട്ട് അവർ പറഞ്ഞ് ഇന്ന് 11 മണിക്ക് രാവിലെ എത്തിക്കാണ്. എന്തിന്? ഇന്നിപ്പോൾ നമ്മൾക്ക് 5 ബാഗ് ഉണ്ടായിരുന്നു. അപ്പം 5 ബാഗിൽ നമ്മുടെ ഹെയറിൻ്റെ മെയിൻ ബാഗ് നമുക്ക് എയർ ഇന്ത്യയിൽ വെച്ചിട്ട് മിസ്സായി. അപ്പോൾ ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഓഫീസേഴ്സ് ഇസ് ട്രൈങ് ടു ഹെൽപ്പ് അസ്. फ्लाइट डिटेल क्या करेगा? आज का डेट 23. നമ്മളുടെ ബാഗേജ് ഇപ്പം കണ്ടുപിടിച്ച് അത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ എയർ ഇന്ത്യ അത് കയറ്റി വിട്ടില്ല. അവർ പറയുന്നത് നമ്മൾ പൊട്ടിത്തെറിക്കുന്ന എന്തൊക്കെയോ കൊണ്ടുവന്നതാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതാണ്, എല്ലാം പ്രോപ്പർ പാക്കേജിൽ തന്നെയാണ് നമ്മൾ അയച്ചത്. പക്ഷേ എയർ ഇന്ത്യ ഭയങ്കര ഇറസ്പോൺസിബിളായിട്ടാണ് ഈ ഒരു കാര്യം ഏറ്റെടുത്തത്. ഞാനിപ്പോൾ രാവിലെ ബ്രൈഡിനെ ഒരുക്കാൻ വന്നപ്പോൾ ഇനി നാളെ എങ്ങനെ ഒരുക്കും എന്നാണ് ഇപ്പോൾ എൻ്റെ ടെൻഷൻ. ഹെയർ സ്റ്റൈലിൻ്റെ ഒരു സാധനങ്ങളും നമ്മുടെ കയ്യിലില്ല. ഒരു സാധനം ഇല്ലാതെ എങ്ങനെ ഞാൻ എൻ്റെ ബ്രൈഡിനെ ഒരുക്കുന്നു ഒരു പിടുത്തമില്ല. ഇന്ന് ഹെയറിൻ്റെ ബാഗ് ഇല്ലാതെ ചെയ്യാൻ പോകുന്ന മേക്കപ്പാണ്. എനിക്ക് തോന്നുന്ന ഞാൻ പൂനെയിൽ ഇനി ചെന്നിട്ട് എങ്ങനെയെങ്കിലും നമ്മളിത് ഒപ്പിക്കും. നോക്കാം നാളത്തെ മേക്കപ്പ് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിന്റെ ഉത്തരവാദി എയർ ഇന്ത്യ മാത്രമാണ്. നമുക്കിന്ന് വണ്ടിക്കാരൊക്കെ വന്ന് ഇവിടെ ഉള്ളവരൊക്കെ നമ്മളടുത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ എയർ ഇന്ത്യയിൽ ഇവിടുത്തെ ഒരു എയർപോർട്ടിലെ ഒരു സീനിയർ സ്റ്റാഫ് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഹി വാസ് trying to get to know that where is our luggage. നോക്കാം നീ എല്ലാവരും നമുക്ക് കൊണ്ടുപോകാൻ. സോ ഇനി ഞാൻ ബാക്കി അവിടെ കൊച്ചിയിൽ നിന്ന് ചെന്ന്, അതും ബാംഗ്ലൂർ കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. പക്ഷേ കൊച്ചിയിൽ വെച്ച് തന്നെ അവരത് മിസ്സാക്കിയിട്ട് എന്നാൽ അവർക്ക് അതിനകത്ത് അവർ പറയുന്നത് എന്തെങ്കിലും ഹെയറിൻ്റെ സാധനങ്ങളുണ്ടെങ്കിൽ ദേ ഹാവ് ടു കോൾ അസ്, ദേ ക്യാൻ ക്ലാരിഫൈ വിത്ത് അസ്. ഇതൊന്നും അവർ ചെയ്തിട്ടില്ല. ഇപ്പം അവർക്ക് എന്തെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുണ്ടെന്ന് പറഞ്ഞ് അത് ഹെയർ സ്പ്രേ ഒക്കെയാണ്. പക്ഷെ ആ ഹെയർ സ്പ്രേനെ നമ്മളെ വിളിച്ച് അവർക്ക് ക്ലാരിഫിക്കേഷൻ ചെയ്യാം. അപ്പം ഞാൻ എന്ത് ചെയ്യും, എന്നാൽ നിങ്ങൾക്ക് പറ്റാത്ത ഹെയർ സ്പ്രേ മാറ്റും, എൻ്റെ നമ്മുടെ ബാക്കി സാധനങ്ങളായ മെഷീൻസ് അതൊക്കെ ഇവിടെ കിട്ടില്ലല്ലോ. നമ്മൾ എത്രയും നാളുകൊണ്ട് അതാ പറഞ്ഞത്, എവിടെയെങ്കിലുമൊക്കെ ടച്ച് ഓഫ് ഗോഡ് ഉള്ളതാണ് ഇന്ന് സൗമ്യ. അല്ലെങ്കിൽ ഒരു അവർക്ക് വിചാരിച്ചാൽ മതിയല്ലോ.
വികാസ് വേറൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഞാനെന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്. ചെറുക്കൻ എവിടെ നമ്മളെ പൂനെ തന്നെയാണ് ചേട്ടാ. വാട്ട് ഈസ് ഹി? He is working as in an IT only as a marketing. അവരിവിടെ തന്നെ സെറ്റിൽഡ് ആണോ? അതെ നാട്ടിൽ മാവേലിക്കരയാണ്. നാട്ടിൽ വരുമ്പോൾ ചോറ്റാനിക്കര വരണം കേട്ടോ. അവിടെ എൻ്റെ വീടേ അടുത്താ അമ്പലത്തിന് തൊട്ടടുത്ത്. ഓക്കെ ഓക്കെ. ഞാൻ പറയായിരുന്നു എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ ഒരുങ്ങിയില്ല. ഇന്നൊരുങ്ങാന്നേ. എൻ്റെ അച്ഛൻ പറഞ്ഞു ലിപ്സ്റ്റിക് ഇടരുത്, പിന്നെ വീട്ടിലുള്ളത് തന്നെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു. അത് കാരണം നമ്മളൊന്നും ചെയ്തില്ലായിരുന്നു. പൂവൊക്കെ വെച്ച് അങ്ങനെയല്ല. അതെ, അച്ഛന്മാര് മാറിയതാണ്. അച്ഛൻ അമ്മേനോടും പറയാം ഒരുങ്ങി നിൽക്കാൻ, എന്ത് വേണോ അത് ചെയ്യാം. ചേച്ചീനെ ഇപ്പൊ കണ്ടപ്പോ ആരെ കണക്കിരിക്കുന്നു നോക്കി ആന്റണി? മറ്റേ ശരണ്യല്ലേ നടി, അമ്മ റോളിലൊക്കെ ഇപ്പൊ വരുന്നു. ശരണ്യയുടെ സംസാരം, ശരണ്യയുടെ ഫേസ് അല്ലേ, സൗണ്ടും അത് സൗണ്ട് പിടിച്ചത്. ചേട്ടന് ഈ ഇൻഡസ്ട്രിയിൽ എത്ര ഇയേഴ്സ് ആയി? 9 years. പിന്നെ മോളെ കല്യാണത്തിന് അച്ഛൻ മേടിച്ചു. കല്യാണം അമ്മമാർക്കും ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് മേക്കപ്പ് ഒക്കെ ഇഷ്ടമായ? ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഇതിന്റെ വേറെ വാക്കുകളില്ല, അത്രയ്ക്ക്. ഞങ്ങളൊരു ആഗ്രഹം, ഭയങ്കര ആഗ്രഹം. ഇത് ഞങ്ങൾ ആദ്യം കല്യാണം ഫിക്സ് ചെയ്യുന്നത് ആദ്യം ഫോൺ ചെയ്തത് വികാസിനാണ്. എന്ന് വെച്ചാൽ അതൊരു വാശിയായിരുന്നു എന്ന് പറയാം. അല്ല, വാശി ഇങ്ങോട്ട് വാ. ആ വാശി ആണ് ഈ മുന്നിൽ നിൽക്കുന്നത്. ഞങ്ങളെ മോളെ ലുക്കേ മാറ്റി. താങ്ക് യു സോ മച്ച്.
താങ്ക്സ് ഫോർ കോളിംഗ് മീ. അതെ ശരി മോളെ. ബിക്കോസ് ഓഫ് യുവർ വെഡിങ് ഐ സീ വൺ മോർ ഗോഡ് ഇൻ മൈ ലൈഫ്. സൗമ്യ. ശരി ബൈ. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച് ചേട്ടാ. നല്ല മോക്ക് നല്ലതേ വരും. എങ്ങനെയുണ്ട് മേക്കപ്പ് ഒക്കെ ഇഷ്ടമായി? സൂപ്പർ. താങ്ക് യു സോ മച്ച്. ശരി സൗമ്യ, താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ എന്റെ ദൈവമാണിത്. താങ്ക് യു. പെണ്ണിന് ഇഷ്ടമായോ? സൗമ്യ പൂനെയിൽ തന്നെ ഉള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. സൗമ്യയുടെ വർക്ക് ഞാൻ കണ്ടു. റിയലി സൂപ്പർ വർക്ക്. അത് ഫുൾ ടൈം ഇല്ല ആക്ച്വലി. ഞാൻ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തു. അപ്പൊ ഇപ്പൊ ഫുൾ ടൈമിലാവട്ടെ. പിന്നെ എനിക്ക് ഇന്ന് ഈ കല്യാണത്തിന് ഇത്രയും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് സൗമ്യ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോ ഇന്നത്തെ ഈ ഞാൻ പറഞ്ഞിരുന്നു ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് ദൈവം പല രീതിയിലാണ് വരുന്നത്. സൗമ്യാണ് ഇന്നെന്റെ ദൈവം. സത്യത്തിൽ ഞാൻ സൗമ്യനെയാണ് തൊരേണ്ടത്. എന്തോ എവിടുന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാം. ഞാൻ അത് അവിടുത്തെ വർക്കിലെ ലാസ്റ്റ് സാരി ഉണ്ടായിരുന്നു. അപ്പൊ അത് അവരുടെ അമ്മയമ്മയും നാത്തുകാണ് ഉടുപ്പിക്കുന്നത്. അത് കാരണം ഞാൻ വേഗം അവിടെ സ്കൂട്ടായിട്ട് ഇവിടെ എത്തി. എന്തായാലും എന്ത് സംഭവിച്ചാലും സാറെ കണ്ടിട്ട് ഞാൻ പോയി. ഇങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടില്ലെന്ന് വെച്ചാൽ ഞാൻ അവിടെ പറഞ്ഞു കിട്ടില്ല. അത് സ്ഥലം കൊടുക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരുന്നേ. നാട്ടിൽ മാവേലി. അപ്പൊ താങ്ക് യു എല്ലാവരും. സൗമ്യ ഞാൻ പറഞ്ഞല്ലോ നമ്മള് ആ ഒരു നമ്മുടെ ഹെയറിന്റെ മെയിൻ ബോക്സ് പോയിട്ട് സൗമ്യ രാത്രി 10 മണിക്ക് ഞങ്ങൾക്ക് വേണ്ടി പോയി ഷോപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഞങ്ങൾ ഇന്ന് ചെയ്തത്. മോർ ദാൻ ഇനഫ്. സോ താങ്ക് യു സൗമ്യ. എന്തെങ്കിലും സഹായം ഇനി ഹലോ വരാം, ഹായ് വരാം. ഇത് മൂത്ത 2 മക്കളാ? ശരി. നല്ലതാണല്ലോ. ചേട്ടച്ചനാണല്ലോ. അതെ എന്തോ ഹലോ പറഞ്ഞു. ഹായ് വരാം. ഹായ് ജയ് ശ്രീറാം പറഞ്ഞു. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. ഓക്കെ താങ്ക് യു. മോൻ എത്ര പഠിക്കുന്നു? താങ്ക്സ്. ബൈ ബൈ. ഈ ഒരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ മോഹൻലാൽ പണ്ട് പറഞ്ഞത് കണക്ക് എവിടെ ബോംബെയിൽ പോയി ഒന്നും അറിയാതെ ഇങ്ങനെ പകച്ചു പോയി നിന്നാണ് ഇന്നലെ ഞങ്ങള് എയർപോർട്ടിൽ പകച്ചു നിന്നത്. അപ്പം സൗമ്യയുടെ പോസിറ്റീവായിട്ട് സാർ ഒരു കുഴപ്പമില്ല, ഞാൻ അറേഞ്ച് ചെയ്തോളാം. രാത്രി 10 മണിക്ക് അറേഞ്ച്. അതാണ് നമ്മള് ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമ്പോ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം ദം. കാരണം ദൈവം നമുക്ക് വേറെ ആരിൽ നിന്നോ എന്തോ നമ്മുടെ ഒരു ഹെൽപ്പ് കിട്ടും. അതാണ് ഇന്ന് എനിക്ക് സൗമ്യ. സോ താങ്ക് യു സോ മച്ച്. നമ്മളിപ്പം ബാഗ് കളക്ട് ചെയ്യാനായിട്ട് പൂനെയിൽ നിന്ന് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം വന്നപ്പം ബാഗ് ഇവിടെ തന്നെ ഉണ്ട്. അവരിപ്പം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാഗിൽ എന്തെങ്കിലും സ്പ്രേ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്കത് ഉറപ്പായിട്ടും റൂൾസ് DGCയുടെ റൂൾസ് അനുസരിച്ചിട്ട് നമുക്ക് പോകാം. പക്ഷേ ഈ എയർ ഇന്ത്യക്ക് നമ്മളുമായിട്ട് ക്ലാരിഫൈ ചെയ്യായിരുന്നു എന്തുകൊണ്ട് നിങ്ങളിത് കൊണ്ടുപോയി. അപ്പോൾ എയർ ഇന്ത്യ അത് നമ്മളുടെ അടുത്ത് വിളിക്കാതെ അവർ സ്വന്തമായിട്ട് എൻ്റെ പെട്ടി ഇവിടെ ക്യാൻസൽ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. സോ ഇത് കൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടമാണ് നമ്മുടെ വർക്കിലെല്ലാം ഉണ്ടായത്. അപ്പോൾ ഇനിയെങ്കിലും ഓരോരുത്തർ അതിനെക്കുറിച്ചിട്ട് പോകുമ്പം എയർ ഇന്ത്യയുടെ കംപ്ലൈൻ്റ് ആണ് ഇത്, ആരടുത്ത് പറയാനാണ് അല്ലേ? എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഇത് കണക്ക് അനുഭവിച്ചു. ഞങ്ങളുടെ എല്ലാവരും അനുഭവിച്ചൊരു കാര്യം. അപ്പോൾ എന്തായാലും പെട്ടീന് കൈ കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് സന്തോഷമായിട്ട് പോകാം. കാര്യം ഇനി നേരെ അടുത്ത വർക്കിനാണ് പോകുന്നത്. അപ്പോൾ പെട്ടിയില്ലാതെ ഇനി എന്തായാലും എപ്പോഴും നമുക്ക് ഓരോ സൗമ്യന്മാർ വരില്ലല്ലോ. വെയിറ്റ് ചെയ്യാം. നമ്മുടെ എയർ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു അനാസ്ഥയിലെ ഭാഗമായ എനിക്കും ഇന്ന് നടന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബാഗേജ് ക്ലെയിംമെൻറ്റ് വഴി ഇപ്പം നമുക്ക് തിരിച്ച് കിട്ടുന്നു. ഞാനിപ്പോൾ പോയി ബാഗേജ് വാങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഒരു ദിവസം ഞങ്ങളുടെ ഒരു വർക്ക് എല്ലാം ഏറ്റവും മാക്സിമം എത്രത്തോളം ടെൻഷനാക്കാൻ പറ്റും എന്ന് എയറിൻ്റെ നമുക്ക് കാണിച്ചു തന്നു. എന്തായാലും സാധനം കൈക്കിട്ട് രക്ഷപ്പെട്ട് വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്.
താങ്ക് യു.